ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. എല്ലാ കുട്ടികൾക്കും നമസ്തേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും ബാലവേദിയിലെ കുട്ടികളുടെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ പഠന ക്ലാസ്സിൽ പഠന വിഷയമായി തിരഞ്ഞെടുത്തിരുന്നത് ദൈവദശകമായിരുന്നു. ദൈവദശകത്തിലെ ആദ്യത്തെ ശ്ലോകം, അതായത് ആദ്യത്തെ 4 വരി കുട്ടികൾ പദം പിരിച്ച് വളരെ മനോഹരമായി ചൊല്ലാൻ പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തു. അതിലൊരുപാട് സന്തോഷം. നിങ്ങൾക്കൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങളും നേരുന്നു. ഇന്ന് ഈ രണ്ടാം പഠന ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുമ്പം ദൈവദശകത്തിലെ അടുത്ത 4 വരിയിലേക്ക്, ശ്ലോകം 2ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കി അടുത്ത 4 വരിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത 4 വരി എന്ന് പറയുമ്പോൾ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയ നിന്നെടുന്തക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഇവിടെ പൊരുൾ എന്ന് ഉദ്ദേശിക്കുന്നത് പദാർത്ഥം, ദൃശ്യം എന്നൊക്കെയാണ്. ദൃക്ക് എന്ന് പറയുമ്പോൾ കണ്ണ് അഥവാ കാണുന്നയാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അസ്പന്ദമാകണം എന്ന് പറഞ്ഞാൽ ചലനം നിലച്ച് ഏകീഭവിക്കണം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് നമുക്കറിയാം, ഒന്നൊന്നായി എണ്ണി എണ്ണി, 1, 2, 3 എന്നിങ്ങനെ ഓരോന്നായി മുൻപിലുള്ള വസ്തുക്കളെ നമ്മൾ എണ്ണാറുണ്ട് അല്ലേ? നമ്മുടെ മുന്നിൽ കുറേ വസ്തുക്കളെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമ്മളതിനെ എങ്ങനെ എണ്ണാറുണ്ട്? 1, 2, 3 അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ എണ്ണിയെടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 2 രീതിയിൽ എണ്ണാം. എങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റും? നമ്മുടെ മുന്നിലുള്ള വസ്തുക്കളെ കണ്ണുകൊണ്ട് തൊട്ട് എണ്ണാം. അതുപോലെ തന്നെ കണ്ട് എണ്ണാൻ സാധിക്കും. അപ്പോൾ കണ്ണുകൊണ്ട് തൊട്ട് എണ്ണാം, അതുപോലെ തന്നെ കണ്ട് എണ്ണാനും നമുക്ക് സാധിക്കും. എണ്ണിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ തീരുന്നതോടെ എണ്ണൽ കഴിയുന്നു. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്? നമ്മൾ എണ്ണുന്നു, 1, 2, 3 എന്നും പറഞ്ഞ് നമ്മൾ എണ്ണാൻ തുടങ്ങുന്നു. അങ്ങനെ എണ്ണാൻ തുടങ്ങുമ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു, വസ്തുക്കൾ തീരുന്നു, നമ്മുടെ എണ്ണൽ നിർത്തുന്നു. അങ്ങനെയാണ് സാധാരണ രീതിയിൽ വരാറുള്ളത്. അപ്പോൾ നമ്മുടെ മുൻപിൽ ഓരോന്നായി നമ്മൾ എണ്ണാൻ തുടങ്ങുകയാണ്. മുൻപിലുള്ള വസ്തുക്കളെ കണ്ണുകൊണ്ട് തൊട്ടെണ്ണുമ്പോൾ, കണ്ട് എണ്ണുമ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ തീരുന്നതോടെ എണ്ണൽ കഴിയുന്നു. അതോടെ എണ്ണുവാൻ ഇനി വസ്തുക്കൾ ഇല്ലാത്തതിനാൽ കണ്ണ് നിശ്ചലമാകുന്നു. അതായത് കണ്ണ് അടങ്ങിയിരിക്കും. നമ്മുടെ എണ്ണുവാനുള്ള വസ്തുക്കളൊക്കെ തീർന്നില്ലേ? ഇനി കണ്ണിന് അനങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ കണ്ണ് നിശ്ചലമാകുന്നു. അതുപോലെ എൻ്റെ മനസ്സ് ദൈവത്തിൽ നിശ്ചലമാകണം എന്നാണ് ഇവിടെ ഗുരു പറയുന്നത്. അസ്പന്ദമാകണം. അതായത് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്കായി നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ മനസ്സ്. നമുക്കറിയാം, കുരങ്ങന്മാരെ പോലെയാണ് നമ്മുടെ മനസ്സ് അല്ലേ? ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒന്നിലധികം വിഷയങ്ങളിൽ നമ്മൾ ഒരേ സമയം ഒന്നിലധികം വിഷയങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കാറുണ്ട്. അതാണ് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടി ചാടി നടക്കുന്ന കുരങ്ങന്മാരെ പോലെയാണ് നമ്മുടെ മനസ്സെന്ന് ഭഗവാൻ പല കൃതികളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്കായി നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിന് അങ്ങയിൽ ഏകാഗ്രമാകാനുള്ള, അങ്ങ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഈശ്വരനെയാണല്ലേ? നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതാണ്. അങ്ങയിൽ ഏകാഗ്രമാക്കാനുള്ള ശേഷിയുണ്ടാകണം.
അങ്ങയെ ദർശിക്കാനുള്ള സാമർഥ്യം അഥവാ കഴിവ്, അതിനെയാണ് അസ്പന്ദത, അമനീഭാവം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങയെ ദർശിക്കാനുള്ള ആ സാമർഥ്യത്തിനെ അഥവാ അസ്പന്ദതയെ എൻ്റെ അന്ധക്കരണത്തിനുണ്ടാകണം. എൻ്റെ അന്ധക്കരണത്തിനുണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ മനസ്സിനുണ്ടാവണം അല്ലേ? അതിനായി എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് ഇവിടെ ഗുരു 2-ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് ഒരു വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഒരേ സമയം പല വിഷയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ട് നടക്കാറുണ്ട്. ആ ചഞ്ചലതയെയാണ് ഇവിടെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഗുരു പറയുന്നത്. അതായത് ഒരേ വിഷയത്തിൽ തന്നെ, ഏത് വിഷയവുമായിക്കോട്ടെ, പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ആ വലിയ വിഷയത്തെ, ആ മഹാവിഷയത്തിൽ എൻ്റെ മനസ്സിനെ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിന് ഈശ്വരനിൽ ഏകാഗ്രമാക്കാനുള്ള ശേഷി ഉണ്ടാകണമെന്നാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. അങ്ങേ കാണുവാനുള്ള, അങ്ങയുടെ അങ്ങ് ആരാണ്, അല്ലെങ്കിൽ ഈശ്വരൻ ആരാണ്, ഈശ്വരൻ എന്ന് പറയുന്ന ആ വലിയ വിഷയത്തിൽ മാത്രം എനിക്ക് ഏകാഗ്രമായി നിലകൊള്ളുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവണേ എന്നാണ് മഹാഗുരു ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലുവാൻ പഠിക്കുക, പദം പിരിച്ച് ചൊല്ലാൻ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അർത്ഥവും പഠിക്കണം കേട്ടോ. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്തേ.